അതാണ് സാഹചര്യം. രാജ്മോഹൻ ഉണ്ണിത്താനും മറ്റ് കോൺഗ്രസ് നേതാക്കളും അവിടെയുണ്ട്. കുടുംബത്തിനൊപ്പം ആദ്യഘട്ടം മുതലുണ്ടായിരുന്നു ഇവർ. സ്മൃതി മണ്ഡപത്തിൽ ഇപ്പോൾ പുഷ്പാർച്ചന നടക്കുന്ന പശ്ചാത്തലം കൂടി ഇപ്പോൾ ചേർത്ത് വായിക്കേണ്ടി വരും. 2 ലക്ഷം രൂപ പിഴ, ഇരട്ട ജീവപര്യന്തവും ഈ 10 പ്രതികൾക്ക് 2 ലക്ഷം രൂപ പിഴയും ഇതിനകം തന്നെ വിധിച്ചു കഴിഞ്ഞു കോടതി. അത് പക്ഷേ കുടുംബാംഗങ്ങൾ തൃപ്തരല്ല. അവർക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നിർണായകമായ നിമിഷങ്ങളാണ്. നിർണായകമായ വിധിന്യായം കേട്ടതിനു ശേഷം നിർണായകമായ വൈകാരികമായ മുഹൂർത്തങ്ങൾക്കാണ് അവിടെ സാക്ഷ്യം വഹിച്ചത്. കോടതി പരിസരത്തും സമാനമായ സംഭവങ്ങൾ തന്നെ ഉണ്ടായി. അപർണ കുറിപ്പ് തുടരുന്നുണ്ട്. അപർണ, കുടുംബാംഗങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നുണ്ട്, പാർട്ടിയുമായി ആലോചിക്കുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അല്പസമയത്തിനകം ശരത്ലാലിൻ്റെ അമ്മയും പെങ്ങളും ഒപ്പം കൃപേഷിൻ്റെ സഹോദരിയും ഇവിടെ ഉണ്ട്. ഈ നേരത്തെ നമ്മൾ കേട്ടതുപോലെ ബൈജു റിപ്പോർട്ട് ചെയ്തതുപോലെ കല്യോട്ടുള്ള അത്രയും ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന പ്രതികരണങ്ങളുടെ ബാക്കിയാണ് ഇവിടെ ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് താങ്ങാനാവുന്നതോ അംഗീകരിക്കാനാവുന്നതോ ആയ ഒരു വിധിയല്ല. നേരത്തെ തന്നെ 10 പേരെ 24 പ്രതികളിൽ 10 പേരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ അപ്പീൽ പോകുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന കുടുംബവും ആ നിലപാട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ് കോൺഗ്രസ്. അപ്പോഴാണ് ഇരട്ട ജീവപര്യന്തത്തിൽ ഒതുക്കി നിർത്തുന്ന രീതിയിലേക്ക് 10 പേർക്ക് ശിക്ഷ വന്നിരിക്കുന്നത്. ആദ്യത്തെ 10 പ്രതികൾക്ക് വന്നിരിക്കുന്നത് ഇരട്ട ജീവപര്യന്തം എന്നുള്ള, അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ 6 വർഷത്തോളം ശിക്ഷ അനുഭവിച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു. പരോള് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കാണുന്നു. 2019 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് കേരളത്തെ ആകമാനം ഞെട്ടിച്ച അതിനിഷ്ഠൂരമായ ഈ കൊലപാതകം കല്യോട്ട് നടന്നത്. 2 ചെറുപ്പക്കാർ അതിദാരുണമായിട്ടാണ് കൊല്ലപ്പെട്ടത്. ആ കൊലപാതകം നടന്നിട്ടിപ്പോൾ 6 വർഷം പൂർത്തിയാകാൻ പോകുന്നു. ഇപ്പോൾ ജനുവരി മാസമാണ്, ഫെബ്രുവരി 17-ാം തീയതി ആകുമ്പോൾ അവർ കൊല ചെയ്തിട്ട് 6 വർഷം പൂർത്തിയാകുന്നു. കേരള ഗവൺമെന്റ്, ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റാണ് ഈ കേസ് അന്വേഷണ ചുമതല ഏറ്റെടുത്തത്. 3-4 പ്രാവശ്യം അന്വേഷണ ഏജൻസികളെ അവർ മാറ്റാൻ കാരണം അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്ന ഓരോ വ്യക്തികളും കേസിന്റെ ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് ബോധ്യമായപ്പോൾ അവരെയൊക്കെ മാറ്റി അവസാനം കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. അപ്പോഴാണ് കുടുംബത്തിനും പാർട്ടിക്കും ബോധ്യമായത് ഈ കുറ്റപത്രവുമായി മുന്നോട്ട് പോയാൽ പ്രതികളെല്ലാവരും രക്ഷപ്പെടും, ആരും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ കേസ് CBIക്ക് വിടണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത്. ആ കുടുംബത്തെ പാർട്ടി അവരോടൊപ്പം നിന്നത്. അങ്ങനെയാണ് ഈ കേസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ വന്നത്.